ത്രിയേക ദൈവത്തിന് മഹത്വമുണ്ടായിരിക്കട്ടെ. ഇന്നത്തെ ദിവസം നമ്മുടെ ദുശ്ശീലങ്ങളെക്കുറിച്ച് എന്തെങ്കിലും ബൈബിൾ പഠിപ്പിക്കുന്നുണ്ടോ എന്നൊന്ന് നമുക്ക് നോക്കാം. യെശയ്യാ 50:11 ഒരു കാര്യം പറയുന്നുണ്ട്. തീ കൊളുത്തുകയും തീക്കൊള്ളികൾ മിന്നിക്കുകയും ചെയ്യുന്നവരെ, നിങ്ങൾ കൊളുത്തിയ തീയുടെയും മിന്നിച്ച തീക്കൊള്ളിയുടെയും പ്രകാശത്തിൽ സഞ്ചരിച്ചു കൊള്ളുവീൻ. നിങ്ങൾ പീഡനമേറ്റ് തളർന്നു കിടക്കും. ഇതാണ് നിങ്ങൾക്ക് തരുന്ന പ്രതിഫലം. എന്തിനെക്കുറിച്ചാണ് പറയുന്നത്? പുകവലിയെക്കുറിച്ചാണ് പറയുന്നത്. ഇനി പാൻപരാഗ്, പുകയില അങ്ങനെയുള്ള കാര്യങ്ങൾ ഉപയോഗിക്കുന്നവർക്ക് വേണ്ടിയിട്ട് വചനമുണ്ടോ എന്ന് നമുക്കൊന്ന് നോക്കാം. അത് ജോബിൻ്റെ പുസ്തകം 20-ാം അധ്യായം 12-ാം വാക്യത്തിലാണ് പറയുന്നത്. അവൻ്റെ നാവിന് തിന്മ മധുരമായി തോന്നിയേക്കാം, അവനത് നാവിനടിയിൽ ഒളിപ്പിച്ചു വെച്ചേക്കാം. രുചി ആസ്വദിക്കാൻ വേണ്ടി ഇറക്കാതെ വായിൽ സൂക്ഷിച്ചാലും ഉദരത്തിലെത്തുമ്പോൾ അത് സർപ്പവിഷമായി പരിണമിക്കുന്നു. പുകയിലയും പാൻപരാഗുമൊക്കെ നാവിനടിയിൽ സൂക്ഷിക്കുന്നവരെ കുറിച്ചാണ് പറയുന്നത്. ഇനി മദ്യപാനത്തെക്കുറിച്ച് എന്താണ് പറയുന്നത്? മദ്യപാനത്തെക്കുറിച്ച് ഒരുപാട് വചനങ്ങൾ ബൈബിളിലുണ്ടെങ്കിലും ഒരു വചനം നമ്മളെ വല്ലാതെ സ്പർശിക്കുന്നതാണ്. സുഭാഷിതങ്ങളുടെ പുസ്തകം 23-ാം അധ്യായം 31-ാം വചനം. ചഷകങ്ങളിൽ വീഞ്ഞ് ചമന്നു തിളങ്ങി കവിഞ്ഞൊഴുകുന്നത് നോക്കിയിരിക്കരുത്. അവസാനം അത് പാമ്പിനെ പോലെ കടിക്കുകയും അണലിയെ പോലെ കൊത്തുകയും ചെയ്യും. അപ്പോൾ നീ വിചിത്ര കാഴ്ചകൾ കാണുകയും വികടത്തം ജൽപ്പിക്കുകയും ചെയ്യും. നീ നടുക്കടലിൽ അകപ്പെട്ടവനെ പോലെയും പാമരത്തിൻ്റെ മുകളിൽ തൂങ്ങിക്കിടക്കുന്നവനെ പോലെയും ആയിത്തീരും. വീഞ്ഞ് ഒഴിക്കുന്നത്, മദ്യം ഒഴിക്കുന്നത് പോലും നോക്കിയിരിക്കരുതെന്നാണ് വചനം നമ്മെ ഓർമ്മിപ്പിക്കുന്നത്. അത് പിന്നീട് വളരെയധികം ദൂഷ്യം നമുക്ക് ചെയ്യും. പണ്ടൊക്കെ പുരുഷന്മാരുടെ കുത്തകയായിരുന്നു മദ്യപാനമെങ്കിൽ ഇന്ന് അതൊരു സോഷ്യൽ സ്റ്റാറ്റസിൻ്റെയും കമ്പനി സേക്കിൻ്റെയും ഒക്കെ ഒരു ആവശ്യ ഘടകമായി മാറിയതുകൊണ്ട് സ്ത്രീകളും അങ്ങനെയുള്ള ഒരു കാര്യങ്ങളിലേക്കൊക്കെ കടക്കുന്നുണ്ട്. ജ്ഞാനം 1:11 മറ്റൊരു കാര്യം പറയുന്നുണ്ട്. നിഷ്പ്രയോജനമായ മുറുമുറുപ്പിൽ പെടരുത്, പരദൂഷണം പറയരുത്, രഹസ്യം പറച്ചിലിന് പ്രത്യാഘാതമുണ്ടാകും, നുണ പറയുന്ന നാവ് ആത്മാവിനെ നശിപ്പിക്കുന്നു എന്ന്. പരദൂഷണം എന്ന് പറയുന്നതും ഒരു ദുശീലം തന്നെയാണ്. ഒരിക്കൽ വിശുദ്ധനായ ഫിലിപ്പ് നേരിയുടെ അടുത്തേക്ക് ഒരു സ്ത്രീ കടന്നു ചെന്നു. പരദൂഷണം പറയുന്ന ഒരു സ്വഭാവം ആ സ്ത്രീക്കുണ്ടായിരുന്നു. അതിൽ നിന്നൊന്ന് രക്ഷ നേടാൻ വേണ്ടിയിട്ടാണ് ആ സ്ത്രീ വിശുദ്ധൻ്റെ അടുത്തേക്ക് ചെന്നത്. വിശുദ്ധൻ ഒരു കാര്യം പറഞ്ഞു. ഒരു കോഴിയെ പിടിച്ചിട്ട് അതിൻ്റെ തൂവലുകൾ വഴിയരികിലൊക്കെ ഒന്ന് വിതറിയിട്ട് തിരികെ വരാനായിട്ട് ആ സ്ത്രീയോട് ആവശ്യപ്പെട്ടു. ആ സ്ത്രീ അതുപോലെ തന്നെ ചെയ്തു. ആ സ്ത്രീ തിരികെ വന്നപ്പോൾ വിശുദ്ധൻ ആ സ്ത്രീയോട് ആവശ്യപ്പെട്ടു തിരികെ ചെന്ന് ആ തൂവലുകളെല്ലാം ഒന്ന് പെറുക്കി കൂട്ടാൻ. അവർ തിരികെ ചെന്നപ്പോൾ അതെല്ലാം കാറ്റത്ത് പറന്നു പോയിട്ടുണ്ടായിരുന്നു. തിരികെ വന്ന് ആ സ്ത്രീ വിശുദ്ധനോട് പറഞ്ഞു, ഫിലിപ്പ് നേരിയോട് പറഞ്ഞു, അതെല്ലാം കാറ്റത്ത് പറന്നു പോയെന്ന്. ഇതുപോലെയാണ് പരദൂഷണവും. ഒന്ന് പറത്തി വിട്ടാൽ അത് ഏതറ്റം വരെ പോകുമെന്ന് നമുക്കറിയില്ല. അതുകൊണ്ട് തന്നെയാണ് വീണ്ടും ജ്ഞാനത്തിൻ്റെ പുസ്തകം 1-ാം അധ്യായം 12-ാം വചനത്തിൽ പറയുന്നത്, ജീവിതത്തിലെ തെറ്റുകൾ കൊണ്ട് മരണത്തെ ക്ഷണിച്ചു വരുത്തരുത്, സ്വന്തം പ്രവൃത്തി കൊണ്ട് നാശത്തെയും. അങ്ങനെയെങ്കിൽ നമ്മുടെ ബൈബിളിൽ ഇതിനെക്കുറിച്ചൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിനെക്കുറിച്ചൊക്കെ നമുക്കൊന്ന് ചിന്തിക്കാം. നമ്മുടെ ദുശ്ശീലങ്ങളിൽ നിന്നൊക്കെ നമുക്കൊന്ന് പിന്തിരിയുകയും ചെയ്യാം. ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ആമേൻ.